ചീറ്റിംഗ് നടത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള നിയമം ബാധകമായിരിക്കണം. ഒരാൾക്ക് മാത്രം നിയമം മറ്റൊരാൾക്ക് എന്തുമാവാമെന്നുള്ള ഒരു സംഗതി ശരിയല്ല. അവരെ 2 വർഷം 3 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് ചാറ്റ് ചെയ്തു, എന്നെ വിളിച്ചു, ഫോൺ വിളിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ 3 വർഷം കഴിഞ്ഞ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ വെളിച്ചത്ത് വരുന്നില്ല. ഞാനല്ലാത്ത ഫോൺ മുഖം കാണിക്കുക ഇങ്ങനെ പറയുന്നത് ഒക്കെ സത്യമുള്ളത് നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. എനിക്കൊന്നും അത്ര മാത്രമേ പറയാനുള്ളൂ. തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അവരിപ്പോൾ വളരെ ഡീസന്റ് ആയിട്ട് നടക്കുന്നു. ഉമ്മൻചാണ്ടി സാർ അവരെ പീഡിപ്പിച്ചു എന്നുള്ളത് സത്യമാണോ? അല്ലല്ലോ. അങ്ങനെ ഒരാളെ പരാതി കൊടുക്കണമെങ്കിൽ അവരെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടേ, അവരിപ്പോ സ്മൂത്ത് ആയിട്ട് നടക്കുകയല്ലേ. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാം, സ്വപ്ന സുരേഷ് പരാതിയും കൊടുത്തിരുന്നു, അവിടെ പുസ്തകം വരെ എഴുതി. ഒരു കാര്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല. ഇത് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ കേരളത്തിലെ യുവാക്കൾക്ക് അല്ല, പുരുഷ സമൂഹത്തിലൂടെ സംസാരിക്കും. പുരുഷനും തുല്യ നീതി ലഭിക്കണം. പുരുഷൻ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അയാൾക്കെതിരെ, ഞാൻ അപമാനിക്കാൻ ശ്രമിച്ചാൽ എനിക്കെതിരെ കേസെടുക്കട്ടെ, സംശയം വേണ്ട. അതോടൊപ്പം തന്നെ ഒരു പുരുഷനെ ഒരു സ്ത്രീ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അയാളുടെ കുടുംബം തകർത്ത് അയാളെ എല്ലാം തകർത്ത് അയാളെ നശിപ്പിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവരെ കണ്ടെത്തണം, അവരെ നിയന്ത്രിക്കണം, അവർക്കെതിരെ നടപടി. ഞാനിവിടെ പറഞ്ഞ പോലെ നമുക്കെതിരെ ഒരു കേസ് വന്ന് അവസാനം ഞാൻ ആ കേസിൽ പ്രതിയില്ല. അപ്പൊ തന്നെ എന്നെ പിടിച്ച് ജയിലിലിട്ടു. ഞാൻ 90 ദിവസം ജയിലിൽ കിടന്ന് മാധ്യമങ്ങളെല്ലാം എന്നെ കുറ്റക്കാരായിട്ട് ചിത്രീകരിച്ച്, അതിനുശേഷം അവസാനം ഞാൻ മോചിതനായി കഴിയുമ്പോൾ എന്റെ കുടുംബം തീർന്നു, എന്റെ ജീവിതം തീർന്നു, ഞാൻ ആ വ്യക്തി ഇല്ലാതാവുക. അതിനുശേഷം നമ്മൾ അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നിയമം അങ്ങനെയുണ്ട്. ഒരാളെ കൊടുക്കാനുള്ള നിയമമുണ്ട്, കൊടുക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ, ഇപ്പം നമുക്കിപ്പോ ഇന്നിപ്പം ഞാൻ വാട്സാപ്പിലാണെന്ന് കൊണ്ടുവന്നു, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, എന്നെ പീഡിപ്പിച്ചു, 2 വർഷം മുമ്പ് പീഡിപ്പിച്ചു പീഡിപ്പിച്ചെന്ന് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഈ ഏതോ ഒരു സിനിമാ നടി പറഞ്ഞല്ലോ, അവർക്ക് 2 ചാറ്റേ ഉള്ളൂ, എന്നെ വേറെ ലൈംഗികപരമായ ഒരു പരാമർശമില്ല, ലൈംഗികപരമായ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടോ, പിന്നെ പുറകെ ദുരിതരാ ആരോപണങ്ങൾ. ആരാന്ന് അവർ പ്രത്യക്ഷപ്പെടുന്നില്ല. അവരിങ്ങനെ പേര് വെളിപ്പെടുത്താതെ ഇങ്ങനെ ആരോപണം വിടുക. ഞാൻ പറഞ്ഞ പേര് വെളിപ്പെടുത്തി ഏതായാലും ഇയാളെ കൂട്ടണമെന്നാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ തെറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന പോലെ ലോകത്തുള്ള പെൺപിള്ളേരെ മുഴുവൻ വിവാഹ വാഗ്ദാനം നൽകി ഒരാൾ പീഡിപ്പിച്ചാൽ അയാള് ഗോവിന്ദചാമിയേക്കാൾ കഷ്ടമാണ്. അയാളെ നമുക്ക് ജയിലിൽ അടയ്ക്കണം. പക്ഷെ അതിന് ആ നിലയിലേക്ക് പോകണ്ടേ? ഇത് വെറുതെ സ്റ്റാർ ആവാനായി, കൈയടി വാങ്ങാനായി ഈ നടത്തുന്ന പരിപാടികളോട് നമുക്ക് യോജിപ്പില്ല. പിന്നെ നമുക്കറിയാം, കേരളത്തിന്റെ ഇപ്പോഴത്തെ സമൂഹത്തിലെ ചിന്ത ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പൊ സമരം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരെ, യുവമോർച്ചക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം. അവർ സമരം നടത്തുന്നതിന് തുല്യമായ സമരം വേണം. അവരുടെ മന്ത്രിസഭയിൽ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങിയിരിക്കുന്നു. ശശീന്ദ്രനുണ്ട്, KV ഗണേഷ് കുമാറിന്റെ, കടകംപള്ളി, തോമസ് ഐസക് തുടങ്ങിയ ആളുകൾ, പി രാമകൃഷ്ണൻ ഉൾപ്പെടെ. ഞാൻ ശശീന്ദ്രൻ എല്ലാം ഇത് ഒരു കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ. കുറ്റം തെളിയിക്കുന്നവരെ അയാളെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കാൻ പാടില്ല. ഞാൻ പറയാം, KM മാണി സാർ, ആ മനുഷ്യനെ എങ്ങനെയാണ് മരിച്ചത്? വെറുതെ വാർക്കോഴ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഹരാസ് ചെയ്യും. അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ സരിത ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എന്തായാലും പീഡിപ്പിച്ചു. സരിത ഒരാൾക്കെതിരെയല്ലോ, LDF-ലെയും UDF-ലെയും BJP-യിലും എല്ലാവർക്കും എതിരെ ആരോപണം ഉന്നയിച്ചു. ഇപ്പൊ അവർ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആശയം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാനൊരു വാക്ക് പറയുന്നു, ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞാൽ, ലൈംഗിക ചുവയോടുകൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ലൈംഗിക ചുവട് നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല സ്ത്രീകളും ഇത്ര ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വഴിയിലേക്ക് ഇറങ്ങുക. അത് കാരണവന്മാരോട് നോക്കണം. മലയാളികള് അല്ലെങ്കിൽ മലയാള പെൺപിള്ളേർ നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അലോചനയൊക്കെ വാരി ചുറ്റി ബാക്കി മുഴുവൻ ലോകത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചു നടന്നാൽ ആരെങ്കിലും ഒക്കെ നോക്കി നിൽക്കും, കമന്റ് അടിച്ചു നിൽക്കും. അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം. ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇപ്പൊ ഒരു സിനിമാ നടി ആ കൊച്ചിനെ രാഹുൽ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. ചാറ്റ് ചെയ്ത് രാഹുലിന്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി. അത് മൈൻഡ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഇനി മേലാനത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം. അതവിടെ തീർന്നു. ആ ചാറ്റ് ചെയ്ത് മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ?
പരാതി കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം, അതിന് സംശയിക്കുന്നു. പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ട് രാഹുലിന് മുമ്പ് എന്ന് പറയുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തോളൂ. ചാറ്റ് ചെയ്തപ്പോൾ ചിലപ്പം തിരിച്ചും ചാറ്റ് ചെയ്തെന്ന് പറയത്തില്ല, എനിക്കറിയില്ല. ചാറ്റ് ചെയ്തത് എനിക്കല്ല, അത് സുഖിച്ചു, ചാറ്റിങ് കണ്ട് സുഖിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, പത്രക്കാരൻ മുമ്പ് എന്നിട്ട് പറയുക അയ്യോ എന്നെ അപമാനിച്ചു. ഇത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പറയാൻ പാടുള്ളൂ. അവരെ അപമാനിച്ചെങ്കിൽ, ഒരു സ്ത്രീയെ അപമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം. അവർ നിയമപരമായി നടപടികൾ മുന്നോട്ട് പോകണം. സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം. ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം അയക്കുന്നില്ല, രണ്ട് ഭാഗത്തും പീഡനം അയക്കുന്ന ആളുകൾക്കുണ്ട്. പലരും നമ്മളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറയരുത്. എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല, മാന്യന്മാരുണ്ട്. അതിനകത്ത് 1-2 പേരൊക്കെ മോശക്കാർ കാണും. പറഞ്ഞ കടുകാപ്പിക്കകത്ത് ഒരു തരി വീണാൽ ആ കടുകാപ്പി കൂടെ മോശമാകും എന്ന് പറഞ്ഞ പറയാനാണ്. സ്ത്രീകളെല്ലാം മോശക്കാരാണ്. സ്ത്രീകൾ വളരെ മോശക്കാരുണ്ട്, പക്ഷേ എല്ലാവരും മോശക്കാരല്ലല്ലോ. നല്ല സ്ത്രീകളുണ്ട്, മാന്യമായ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഒരു പീഡനം ഉണ്ടായാൽ അല്ലെങ്കിൽ അധിക്ഷേപം ഉണ്ടായാൽ മാന്യരായ സ്ത്രീകളൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കും, അല്ലെങ്കിൽ അപ്പോൾ നിയമപരമായി അവർ പരാതിപ്പെടും, രേഖാമൂലം പരാതിപ്പെടും. ഇതൊന്നും ഒരു പരാതിയില്ലാതെ ഇപ്പൊ ഈ പറയുന്നതിനകത്ത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും പറയുന്നത് പീഡനം വർഷങ്ങളായി സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പറയുക 50 തവണ സൗഹൃദം പങ്കിട്ടതിനു ശേഷം 51ാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പീഡനമാണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. പലരും അങ്ങനെ പീഡനം പറയുന്നത്. 50 തവണ സൗഹൃദം പങ്കിട്ടു, ആ 51ാമത്തെ തവണ പീഡനമാണെന്ന് പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, പണ്ട് പീഡിപ്പിച്ചു, പണ്ട് പ്രേമമാണെന്ന് പറഞ്ഞു, വിവാഹ വാഗ്ദാനം നൽകി. ഈ വിവാഹ വാഗ്ദാനം നൽകിയപ്പോ അന്നേരം എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ, നൽകിയെന്ന് പറഞ്ഞാൽ അന്നേരം ആ പിള്ളേർ പറയുന്ന പോലുള്ള പരിപാടിയാണോ ചെയ്യേണ്ടത്? വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത്. പള്ളിയില് വിവാഹ വാഗ്ദാനം കല്യാണം കഴിക്കും, കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ. അതായത് ഹൈന്ദവരുടെയാണ് അങ്ങനെയായിരുന്നു വിശ്വാസം. അല്ല ആരെങ്കിലും ഫോണിൽ കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ കിട്ടിക്കോളാന്ന് പറഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള അനന്തര ക്രിയകൾ തുടങ്ങുകയല്ല ശരി. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് എല്ലാം ഓരോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 പെൺമക്കളുള്ള എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളോടാണ് പറയുന്നത്.